ജെയ്മെയിൻ 2025 ഈ അധ്യയന വർഷത്തെ ആദ്യത്തെ പ്രവേശന പരീക്ഷയുടെ പേഴ്സൻറ്റേജ് സ്കോർ ഫലം പുറത്തു വന്നപ്പോൾ അഭിമാനാർഹമായ വിജയമാണ് ബെർലിൻ സ്റ്റഡി സെന്ററിലെ കുട്ടികൾ നേടിയെടുത്തത്. നമ്മളെല്ലാവരും ചർച്ച ചെയ്തവരാണ്. ഈ അഭിമാനാർഹമായ വിജയം IIT-കളിലും NIT-കളിലും IIIT-കളിലും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്രൊഫഷണൽ കോളേജുകളിൽ മലയാളി വിദ്യാർത്ഥികളെ എത്തിക്കുവാൻ വേണ്ടി ബെർലിൻ സ്റ്റഡി സെന്ററിൻ്റെ JEE സെക്ഷനിൽ അതിൻ്റെ അപരത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ബിനിൽ സാറും ബിനോയ് സാറുമാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. പ്രത്യേക ഒരു മുഖവുരയുടെ ആവശ്യമില്ലെങ്കിൽ പോലും ജെയ്മെയിൻ 2025 ഈ വലിയ വിജയത്തിന് പിന്നിൽ മലയാളികളുടെ ബെർലിൻ്റെ ഈ വലിയ വിജയത്തിന് ചുക്കാൻ പിടിച്ച ഈ രണ്ടു പേരെയും പരിചയപ്പെടുത്തേണ്ടത് അനിവാര്യതയുമാണ്. ബിനിൽ സാറ്, ബിനോയ് സാറ് വർഷങ്ങളായി, ഏതാണ്ട് 20 വർഷത്തിലേറെയായി ബെർലിൻ സ്റ്റഡി സെൻറ്ററിനോടൊപ്പം എൻജിനീയറിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുകയാണ്. ബിനോയ് സാറ് എൻജിനീയറിംഗ് JEE മെയിൻ സെക്ഷൻ്റെ ഹെഡാണ്. മൊത്തം അക്കാഡമിക് സെഷനുകളും സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളുമൊക്കെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു കെയറൊക്കെ നൽകിക്കൊണ്ട് ഏറ്റവും സൂക്ഷ്മമായിട്ട് വർഷങ്ങളായിട്ട് ഓരോ കുട്ടികളുടെയും റിസൾട്ടിൻ്റെ വിജയത്തെയൊക്കെ കൃത്യമായി അനലൈസ് ചെയ്ത് ഫാക്കൽറ്റികളോടൊക്കെ പ്രവർത്തിച്ച് ജെയ്മെയിൻ്റെ ഏറ്റവും നല്ല വിജയത്തിനായിട്ട്, JEE അഡ്വാൻസ്ഡിൻ്റെ ഏറ്റവും നല്ല വിജയത്തിനായിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്നതാണ് ബിനോയ് സാറ്. അതുപോലെ തന്നെ ബിനിൽ സാറ് ബെർലിൻ്റെ പാലാ ക്യാമ്പസിൻ്റെ JEE അഡ്വാൻസ്ഡിൻ്റെ സെക്ഷനോടൊപ്പം തന്നെ എല്ലാ സെൻറ്ററുകളുടെയും JEEയുടെയും IIT-യുടെയും ഒക്കെ സെക്ഷൻ വിങ്ങാണ്. ഇവർ രണ്ടുപേരുമാണ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ യാത്രയിലുടനീളം വിദ്യാർത്ഥികൾക്കൊരു തണലായിട്ട് അവരോടൊപ്പം തന്നെ നിന്ന് JEE മെയിനിലും ഇനി വരാൻ പോകുന്ന JEE അഡ്വാൻസ്ഡിൻ്റെ വിജയത്തിനും വേണ്ടിയിട്ട് ഓരോ അണുവിലും ആ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും എൻ്റെ ഫാക്കൽറ്റികൾ, പരീക്ഷകൾ, ബെർലിൻ്റെ എല്ലാ അക്കാഡമിക് സെഷൻ്റെയും ചുക്കാൻ പിടിച്ച ഈ രണ്ട് വ്യക്തികളോടാണ് ഇന്നത്തെ JEE മെയിൻ്റെ ഈ വലിയ വിജയത്തിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാനുള്ളത്. സാർ, 2025 ഇത്ര തിളക്കമാർന്നൊരു വിജയം ഇത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബെർലിൻ്റെ സിസ്റ്റം തന്നെയാണ്. ബെർലിൻ സിസ്റ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ്ങും സ്റ്റഡി മെറ്റീരിയലും എക്സാമിനേഷനും ഡൗട്ട് ക്ലിയറൻസും എല്ലാം ഉൾപ്പെട്ട ബ്രില്യൻ സിസ്റ്റമാണ് ബെർലിനെ ഈ വിജയത്തിലേക്ക് നയിച്ചത്. എല്ലാം കൂടെ ചേർന്ന് വരുന്നതിന്റെ തന്നെയാണ് ആ സിസ്റ്റത്തിലേക്ക് കുട്ടികളെ കിട്ടി. തീർച്ചയായിട്ടും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ കുട്ടികൾ തന്നെയാണ്. നല്ല കുട്ടികൾ തന്നെയാണ്. നമ്മൾ പറയാം, ഏറ്റവും നല്ല കുട്ടികളെ, പഠിക്കാൻ താല്പര്യമുള്ള, മാർക്കുള്ള, കഴിവുള്ള, മനസ്സുള്ള കുട്ടികൾ വന്ന് നമ്മുടെ സിസ്റ്റത്തിൽ, വിനയ സാറിനെ പറഞ്ഞ പോലെ ആ സിസ്റ്റത്തിലേക്ക് വന്ന് ചേർന്നപ്പം അഭിമാനകരം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാലോ. തീർച്ചയായിട്ടും കാരണം ഇപ്പൊ നമുക്ക് ജെയ്മെയിൻ 2025 വിജയം നമുക്ക് പറയാം. ആ രീതിയിലാണ് വിജയം. നമുക്ക് ജെയ്മെയിൻ 2025 ബെർലിൻ്റെ ആ റിസൾട്ടിലോട് കൂടി തന്നെ നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാളും ഏറ്റവും ടോപ്പ് ഒരു ഇത് നിൽക്കുകയാണെങ്കിൽ വലിയൊരു വർധനമാണ്. എനിക്ക് തോന്നുന്നു ഒരു 75% മുകളിലാണ്, 78-ലേക്കാണ് നമ്മുടെ ടോപ്പ് വിജയം വന്നിരിക്കുന്നത്. 2024 നമുക്ക് 9 പേരായിരുന്നു. എല്ലാവരുടെ ആഗ്രഹം 100% നമുക്ക് നമ്മളെ സംബന്ധിച്ച് 99.9 എന്ന് പറയുന്ന ഒരു 100% പോലെ തന്നെയാണ്. തീർച്ചയായിട്ടും 2025 16 വിദ്യാർത്ഥികളാണ് 99.9% മുകളിൽ എത്തിയിരിക്കുന്നത്. അത് 99.5 എത്തുമ്പോഴേക്കും 150 വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ വർഷത്തേക്കാളുണ്ട് ഇരട്ടിയോളം വിദ്യാർത്ഥികളെ നമുക്ക് ഏറ്റവും ടോപ്പ് NIT-യിലെ സീറ്റ് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഉറപ്പിക്കാൻ സാധിക്കുന്ന JEE അഡ്വാൻസ്ഡ് തന്നെയാണ് അവരുടെ പദ്ധതി എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും നമുക്ക് 150 വിദ്യാർത്ഥികളെ ഏറ്റവും ടോപ്പ് NIT നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. 150 പേരാണ് 99.5 മുകളിൽ. ഇനി 99 മുകളിലാണെങ്കിൽ നമ്മുടെ NIT-യിലെ കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെയുള്ള ഷുവർ സീറ്റ് ആയിട്ടുള്ള 99% മുകളിലാണെങ്കിൽ 300ഓളം വിദ്യാർത്ഥികളാണ് നമുക്ക് നമ്മുടെ റിസൾട്ടിൽ അടുത്തെത്തി നിൽക്കുന്നത്. 98%, അതായത് ഏതെങ്കിലും ഒരു NIT-യിലെ ഒരു കോഴ്സ് 100% ഉറപ്പിക്കാവുന്ന 98% എത്തുമ്പോഴേക്കും 700 അടുത്ത് നമ്മുടെ എണ്ണം എത്തി നിൽക്കുന്നു. 97% അതുപോലെ തന്നെ 1200 എത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ ഏതാണ്ട് 850 ഇത്തവണ 1200 ആ വർധനവ് കാണിക്കുന്നത്. അടുത്തെത്തി നിൽക്കുന്നു, ആ വർധനവ് അടുത്തെത്തി നിൽക്കുന്നു. ഇനി 96% എത്തുമ്പോഴേക്കും 1700 വിദ്യാർത്ഥികൾ, കഴിഞ്ഞ വർഷത്തേക്കാളും ഏതാണ്ട് 600ഓളം വിദ്യാർത്ഥികളെ നമുക്ക് അവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും 95, അതായത് എവിടെയെങ്കിലും ഈ ജോസ സീറ്റോ ലൊക്കേഷൻ വഴി നമുക്കൊരു സീറ്റ് പറയാൻ സാധിക്കുന്ന, ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് അനുസരിച്ചാണെങ്കിലും സീറ്റ് പറയാൻ സാധിക്കുന്ന 95% എത്തുമ്പോഴേക്കും 2100 വിദ്യാർത്ഥികളെയാണ് ഈ ആദ്യ സെഷനിൽ തന്നെ ബെർലിൻ സ്റ്റഡി സെന്ററിന്റെ ക്യാമ്പസുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് 97
97, 98 വരെ എത്താനുള്ള തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ തവണത്തെ നോക്കുകയാണെങ്കിൽ 2024 എൻ്റെ 99 മുകളിൽ 225 പേരിന് അടുത്തായിരുന്നെങ്കിൽ 230 അടുത്തായിരുന്നെങ്കിൽ 330 നമുക്ക് സെക്കൻഡ് സെഷനിൽ 99 എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 100 പേരോളം നമുക്ക് ഇനിയും 99% തന്നെ എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബ്രില്യൻ്റ് സിസ്റ്റത്തിനെ കുറിച്ച് തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഒരു കുട്ടികൾക്കും അറിയേണ്ടതായിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാ വിജയവും നമ്മൾ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തിനാണ് മാറ്റിവെക്കുന്നതെങ്കിൽ പോലും അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതും ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ആദ്യം നമുക്കിപ്പം റെസിഡൻഷ്യൽ ബാച്ച് ആണെങ്കിലും റിപ്പീറ്റേഴ്സ് ബാച്ച് ആണെങ്കിലും ടോപ്പിക്ക് തീർക്കുന്നതിൽ നമുക്കൊരു തീർച്ചയായിട്ടും ഒരു ടൈം ടേബിൾ ഉണ്ട്. എന്താണ് ടോപ്പിക്ക് തീർക്കുന്നതിൽ, അതായത് എക്സാമിന് അവർക്ക് ധാരാളം റിവിഷൻ സമയം കിട്ടണമെന്നുള്ള ആ ഒരു മനോധർമ്മത്തോടു കൂടി തന്നെയാണോ ടൈം ടേബിൾ തയ്യാറാക്കുന്നത്? കുട്ടികൾക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടണം. തീർച്ചയായിട്ടും. ക്ലാസ് നമുക്ക് 6-7 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് 3-4 മണിക്കൂറേ കിട്ടത്തുള്ളൂ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ. അപ്പം അത്രയും പഠിക്കാനുള്ള സമയം കിട്ടും. പക്ഷേ ഇവർ ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിനകത്തൊരു 12, 13, 14 മണിക്കൂർ ഫുള്ളായിട്ട് പഠിക്കാൻ സമയം കിട്ടുക, റിവിഷന് കിട്ടുക എന്നുള്ളതാണ്. കുട്ടികൾ സ്വന്തമായിട്ട് പഠിക്കാൻ സമയം കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. തീർച്ചയായും എനിക്ക് തോന്നുന്നു ടോപ്പേഴ്സ് വിദ്യാർത്ഥികൾ നമ്മളോട് ആവശ്യപ്പെടുന്നു അതുതന്നെയാണ്. എനിക്ക് തന്നെത്താൻ പഠിക്കാനായിട്ടുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അവർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ബ്രില്യൻറ്റ് ക്യാമ്പസിലുണ്ട്. പഠിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും അതിനുശേഷം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് അതിനൊരു 3 മാസക്കാലം നമുക്ക് അവർക്ക് നവംബർ മാസത്തോടുകൂടി നമുക്ക് ടോപ്പിക്ക് തീർക്കാനായിട്ട് പറ്റി. തീർച്ചയായിട്ടും. ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പം ഈ 99.9 കിട്ടിയ ഒരു കുട്ടി അന്ന് കഴിഞ്ഞ വർഷം ഇപ്പം നമ്മൾ കിട്ടിയതിനകത്ത് കുട്ടി കഴിഞ്ഞ റിപ്പീറ്റ് ആളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം എന്ന് ടോപ്പിക്ക് തീരും. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ചോദിച്ചാൽ അല്ല എനിക്ക് ഫസ്റ്റ് മെയിൻസ് തന്നെ സ്കോർ കിട്ടണം, എനിക്ക് ഒക്ടോബറിൽ ടോപ്പിക്ക് തീർത്തണം, 2 മാസം എനിക്ക് ഫുള്ള് സമയം കിട്ടണം. അതെ സാറേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കോടുകൂടി നമുക്ക് റിപ്പീറ്റേഴ്സിന്റെ കാര്യം പറയുന്നത് നമുക്ക് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പം വേറെ അതിൻ്റെ ഒരു കൂട്ടുകാരൻ കുട്ടി വേറൊരു സ്ഥലത്ത് പഠിക്കുക. അപ്പം അവർ സങ്കടത്തോടെ പറയും അവർക്ക് ഡിസംബറിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. സെഷൻ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിയാ, അതിന്റെ അകത്ത് നമ്മൾ ഒക്ടോബർ ആകുമ്പോഴത്തേനും നമുക്ക് ആദ്യം തന്നെ ടോപ്പിക്ക് തീർക്കാൻ പറ്റും. തീർച്ചയായിട്ടും അവർക്ക് 3 വർഷം പഠിക്കുന്നതിന്റെ പ്രയോജനമാണ് റെസിഡൻഷ്യൽ ബാച്ചിന് കിട്ടുന്നത്. തീർച്ചയായിട്ടും പഠിക്കാൻ പ്ലസ് ടുവിനോടൊപ്പം തന്നെ പ്ലസ് ടുവിനോടൊപ്പം തന്നെ 99.99605 എന്ന മാജിക് സ്കോറിലോട്ട് എത്താനായിട്ട് അക്ഷയന് സാധിച്ചത്. അപ്പം തീർച്ചയായിട്ടും ഈ പഠനം നമുക്കിപ്പം ഇത്രത്തോളം ചാപ്റ്ററുകളുടെ പഠനം നമ്മുടെ ഫാക്കൽറ്റീസിനെ നമുക്ക് കാണാതിരിക്കാനാവില്ല. ഇത്രയും എക്സ്പെർട്ടൈസ് ആയിട്ടിരിക്കുന്നത് കാരണം മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്കറിയാം ഏത് ലെവലിലാണ് ചോദിച്ചതെന്ന്. അപ്പം ആ ഫാക്കൽറ്റീസിന്റെ ഒരു തയ്യാറെടുപ്പ്, മെറ്റീരിയൽസിന്റെ ഒക്കെ തയ്യാറെടുപ്പ്, അതിനെക്കുറിച്ച് നമുക്ക് കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് നമുക്കുള്ളതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ്. അവർ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് മെറ്റീരിയൽ തയ്യാറാക്കിയാണ് ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫാക്കൽറ്റീസ് ആകുമ്പോൾ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫാക്കൽറ്റി നല്ല കുട്ടികൾ വന്നു, അവർക്ക് നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. ആ ഫാക്കൽറ്റീസ് തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതാണ് ഏറ്റവും നമ്പർ 1 മെറ്റീരിയൽ. ആ മെറ്റീരിയൽ തയ്യാറെടുക്കുന്ന ഒരു കാര്യം, കാരണം പല വർക്ക്ഷോപ്പുകൾ നടത്തിയാണല്ലോ മെറ്റീരിയലിലോട്ട് എത്തുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റിന്റെ തന്നെ പല ഫാക്കൽറ്റീസ് കൂടി ഇരുന്ന് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളതും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് തയ്യാറെടുക്കുന്നത്. അതിന്റെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ പരീക്ഷ എളുപ്പമായിരുന്നു ജെഎംഎന്റെ. അപ്പൊ അതനുസരിച്ച് നമ്മുടെ നോട്ട് ഭയങ്കര എളുപ്പമാക്കിയിരുന്നെങ്കിൽ, അപ്പം പരീക്ഷകൾ അതുപോലെ പരീക്ഷകൾ എളുപ്പമാക്കിയിരുന്നെങ്കിൽ ചില സമയത്ത് ചില ടഫ് പരീക്ഷകളൊക്കെ നമ്മൾ നടത്തി. അതുപോലെ നമ്മുടെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ചില ആൾക്കാർ കുട്ടികൾക്ക് ചോദിച്ചു ഇത്രയും വേണോ? കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞ സിമ്പിൾ ആയിരുന്നു, ഫിസിക്സ് ഡയറക്റ്റ് ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മള് ചെയ്തു നമ്മുടെ അത് ഫാക്കൽറ്റീസിന്റെ ഒരു കാരണം അവർക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ ഒരു വലിയ വിജയത്തിലോട്ട് നമുക്ക് കഴിഞ്ഞ സെറ്റ് ക്വസ്റ്റ്യനുകളും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരു ലെവൽ എബവ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ. അതും തീർച്ചയായിട്ടും നമുക്കൊരു വിജയത്തിലോട്ടൊരു ഒരു സൂചകം തന്നെയല്ലേ. തീർച്ചയായിട്ടും അതും നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. കാരണം മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കുന്നു. കാരണം നമ്മുടെ ബ്രില്യൻറ്റിലോട്ട് വരുന്നത് ജെഇമെയിൻ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ട് എങ്കിലും അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡിനായിട്ട് വരുന്നത് അല്ലേ. അപ്പം അഡ്വാൻസ്ഡിനായിട്ട് ഫോക്കസ് ചെയ്ത് വരികയും ആ ലെവൽ ക്ലാസ്സുകൾ നമുക്ക് ആദ്യം മുതൽ തന്നെ കൊടുക്കാൻ, അതല്ലേ യഥാർത്ഥത്തിലും നമുക്കൊരു തീർച്ചയായിട്ടും അത് തന്നെ. അഡ്വാൻസ്ഡ് കുട്ടികൾ അഡ്വാൻസ് ആഗ്രഹിച്ചു ഐ ടി പഠിക്കാൻ ആഗ്രഹത്തോടെ എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും. അപ്പം
ആ ലെവൽ ക്ലാസ്സുകൾ നമുക്ക് ജൂൺ മുതൽ തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ ആ ലെവലിൽ പരീക്ഷകൾ കൊടുക്കാൻ പരീക്ഷകൾ തുടങ്ങി. കൊടുത്തു. അതെ അതെ, അതിന്റെ ഡിസ്കഷൻ ക്ലാസ്സും ബാക്കി എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ആ ലെവലിലുള്ള ക്ലാസ് എടുക്കണമെങ്കിലും ആ ലെവലിൽ മെറ്റീരിയൽ തയ്യാറാക്കണമെങ്കിലും ഒക്കെ നമ്മൾ ഫാക്കൽറ്റീസിന്റെ ലെവല്. തീർച്ചയായിട്ടും അതിന്റെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഫാക്കൽറ്റീസ് കൃത്യമായിട്ട് നോക്കി വർക്കൗട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം അവർക്കറിയാം എന്താണ് ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത്, ഏത് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാകും. അതൊരു ഫാക്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഇവർക്ക് ഇത്രത്തോളം സമയം വരുമ്പോൾ ഈ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം അത് വലിയൊരു ബാധ്യത തന്നെയല്ലേ നമുക്ക്. കാരണം ഇത്രയധികം കുട്ടികളുടെ ഡൗട്ട് ഈ പഠിക്കാൻ ഇത്ര സമയം കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്? ഒരു ഡൗട്ട് ക്ലിയറൻസും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയല്ലേ. നമുക്ക് കുട്ടിയുടെ ആവശ്യം അനുസരിച്ച് ഇപ്പൊ ഒരാൾക്ക് ഒരു പോർഷൻ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ 1-to-1 വേണം. തീർച്ചയായിട്ടും. അപ്പൊ അതിന് ഫാക്കൽറ്റീസ് തയ്യാറാണ്. എപ്പം വേണമെങ്കിലും കുഴപ്പമില്ല, ഏത് രാത്രി അവർ തയ്യാറാണ്. ഓൺലൈൻ ആയിക്കോട്ടെ, ഡയറക്റ്റ് ആയിക്കോട്ടെ. പിന്നെ പ്രോബ്ലംസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പുതിയ സംവിധാനം AI. ശരി ശരി. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇ ലേണിംഗ് ആപ്പിനകത്തോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഉത്തരം കിട്ടുകയും ചെയ്യും. അതിന് പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സാർമാരുണ്ടല്ലോ, അത് അത്രയും പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. തീർച്ചയായിട്ടും ഡൗട്ട് ക്ലിയർനെസ് എന്ന് പറയുന്ന വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത്രയൊക്കെ ആണെങ്കിലും ഇവരുടെ ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്, കാരണം IIT ആണ് ഒരു ഫോക്കസ്, ഏറ്റവും ടോപ്പേഴ്സ് തന്നെയാണെന്ന് നമുക്കറിയാം. എങ്കിലും ഒരു മെന്ററിങ് സപ്പോർട്ട് ബ്രില്യന്റിന് എന്നും ഏത് വിജയമാണെങ്കിലും മെന്ററിങ് സപ്പോർട്ട് വലിയ രീതിയിൽ ഫലം കണ്ടിട്ടുണ്ട്. IITക്ക് ഏതൊക്കെ ലെവലിലുള്ള ഒരു മെന്ററിങ് സപ്പോർട്ടാണ് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്? അതൊരു സീക്രട്ടായിട്ട് സീക്രട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ സീക്രട്ടും നമ്മൾ റിവീൽ ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് റിവീൽ ചെയ്യാവുന്ന ഒരു സീക്രട്ടാണ്. നമുക്ക് അറിയണമല്ലോ, കാരണം അവരെ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ 3 ലെവലില് ഉള്ള ഒരു മെന്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥി ബ്രില്യന്റിന്റെ JEE അഡ്വാൻസ്ഡ് ബാച്ചിലോട്ട് അല്ലെങ്കിൽ ഏത് ബാച്ച്, JEE ആയിക്കോട്ടെ, JEE അഡ്വാൻസ്, റെസിഡൻഷ്യൽ, ഏത് പ്രോഗ്രാം ജോയിൻ ചെയ്യുമ്പോൾ 3 ലെവൽ മെന്ററിംഗ് സപ്പോർട്ടാണ് ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഒന്ന് ക്ലാസ്സിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ക്ലാസ് മെന്റർ ഉണ്ടാവും. ക്ലാസിന്റെ കാര്യം, അടുത്ത കാര്യം ഒക്കെ മെന്റർ, അക്കാഡമിക് കാര്യങ്ങളിൽ ഹോസ്റ്റൽ മെന്റർ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി അല്ലേ? അപ്പം അതിൽ ഒരു മെന്ററിംഗ് സപ്പോർട്ട് അവിടെ കിട്ടുകയും ഏത് പ്രോഗ്രാമിനായാലും ഹോസ്റ്റലിലുള്ള കുട്ടികൾ പഠിക്കുന്നത്, റെസിഡൻഷ്യൽ ബാച്ച് ആയിക്കോട്ടെ, JEE ബാച്ച് ആയിക്കോട്ടെ, അഡ്വാൻസ് ബാച്ച് ആയിക്കോട്ടെ, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവർക്ക് ഹോസ്റ്റലിൽ മെന്റർ ഉണ്ട്. ശരി, അവിടെ ഒരു ലൈബ്രറി ഫെസിലിറ്റിയും ഡൗട്ട് ക്ലിയറൻസും എല്ലാം അവിടെ കിട്ടുകയും ചെയ്യും. 24 മണിക്കൂറല്ലേ. തീർച്ചയായിട്ടും. അപ്പം ക്യാമ്പസ് പോലെ തന്നെയാണ് കുട്ടികൾക്ക് ഹോസ്റ്റലും. ഓക്കെ, ഇനി ഒരു 1-to-1 ഒരു മെന്ററിംഗ് സപ്പോർട്ട് തീർച്ചയായിട്ടും ചില കുട്ടികളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് ഒരു പക്ഷേ കുട്ടി അറിയുന്നുണ്ടോ അറിയുന്നില്ലാതെയോ അല്ലെങ്കിൽ ആയിരിക്കാൻ കിട്ടുന്നത്, അതും ഒരു വിജയത്തിന്റെ ഘടകം തന്നെയാണ്. മൂന്നാമത്തെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെന്ററിംഗ് സീക്രട്ട് ആയിട്ട് ചിലപ്പം ആർക്കും അറിയത്തില്ല, കാരണം കുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ ഓക്കെ, ഒരു അതായത് ബ്രില്യന്റ് മാനേജ്മെന്റ് ഒരു കുട്ടിയെ ഫോക്കസ് ചെയ്യുന്നു. ഒരാള് കുട്ടിക്കുണ്ട്, പെട്ടെന്ന് ഈ 2 മെന്ററിന് പുറമെ ഒരാള് കുട്ടിയെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ സെൻട്രലൈസ്ഡ് എന്ന് പറയാം. സെൻട്രലൈസ്ഡ് നമ്മൾ സെന്ററിൽ നിന്ന് നേരിട്ട് ഉള്ള ഡയറക്ടറുടെ നേതൃത്വത്തിൽ, ഡയറക്ടർ അതിനകത്തുണ്ട്, ഡയറക്ടർ അതിനകത്ത് ഏറ്റവും മണ്ടയിരിക്കുന്നത്, അതിനകത്ത് കൃത്യമായിട്ട് അത് ചെയ്തു വിടുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും. അത് കുട്ടികൾക്ക് ആരും അങ്ങോട്ട് പറയുന്നില്ല, സീക്രട്ട് ആണ്, കുട്ടികൾക്ക് അറിയാം ആരാ ഒരു പുറത്തുനിന്ന് ഒരു മെന്റർ ഒരാളുകൂടി ഉണ്ട്. 3 തീർച്ചയായിട്ടും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കാരണം വീട്ടുകളിൽ നിന്ന് മാറി നിന്ന് മറ്റൊരു വീടായിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് വരുമ്പോൾ അത് വലിയൊരു ഘടകം തന്നെയാണ്. ഇപ്പം മോഡൽ എക്സാമുകളുടെ കാര്യങ്ങളും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പം ഈ നമ്മൾ ആദ്യം ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ തന്നെയുള്ള ഒരു പല ലെവലുകളുള്ള എക്സാമുകളാണല്ലോ, ചാപ്റ്റർ വൈസ്, യൂണിറ്റ് വൈസ്, മോഡൽ എക്സാമുകളിലൂടെയാണ്. ഒരു ചാപ്റ്റർ ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് ഒരു കുട്ടിക്ക് ബൈഹേർട്ട് ആകാനുള്ള ഒരു സിസ്റ്റം അല്ലേ എക്സാം പാറ്റേണിനെ കുറിച്ച്? അതെ അതെ, ആദ്യമേ നമ്മൾ വീക്കിലി എക്സാം ഇടുന്ന, ഒരാഴ്ച ഓരോ ടോപ്പിക്ക് തീർത്ത് കഴിയുമ്പോൾ അതും നമ്മളൊരു ലെവൽ കൂട്ടി തന്നെയാണ് ഇടുന്നത്. അതിൻ്റെ അകത്തും അത് ഈസി, ആവറേജ്, ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് കൂട്ടിച്ചേർത്താണ് ആ എക്സാമിന് ഇടുന്നത്. അതിനുശേഷം പിന്നെ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ കുമുലേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻസ് ഇടും. ഏത് പാറ്റേൺ? അതെ, JEE മെയിൻസ് ആണ്, JEE മെയിൻസ്, അഡ്വാൻസ് എല്ലാ പാറ്റേണിലുള്ള എക്സാംസ് ഉണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ മോഡൽ എക്സാമിലോട്ട് കഴിയുമ്പോൾ മോഡൽ എക്സാമിലോട്ടാണ്, റിവിഷണൽ എക്സാമിലോട്ടാണ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര ലെവൽ, എത്ര റൗണ്ട് മോഡൽ എക്സാമുകൾ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു റിപ്പീറ്റ് ചെയ്ത വിദ്യാർത്ഥിക്ക് എത്ര മോഡൽ എക്സാമുകൾ ഈ ജനുവരി 22 മുമ്പ് കിട്ടി കാണുമായിരിക്കും? നമ്മളറിയാലോ, നമ്മള് എല്ലാ ആഴ്ചകളിലും പരീക്ഷയുണ്ട്. അത് മെയിൻ്റെ പരീക്ഷ, അഡ്വാൻസ് പരീക്ഷയുണ്ട്, ആ രീതിയിൽ തന്നെ പോകുന്നത്. പിന്നെ അത് സാറ് പറഞ്ഞ പോലെ
മാസത്തിലോ ഒരു മാസം കഴിയുമ്പോൾ കുമുലേറ്റീവ് ആയിട്ട് എക്സാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും നമുക്ക് എണ്ണാൻ പറ്റില്ല, കാരണം അതിലധികം ജനുവരിയിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും പരീക്ഷയാണല്ലോ. ജനുവരി 1 മുതൽ പരീക്ഷ, ജെഎംഐന്റെ പരീക്ഷ 22-ാം തീയതി, 22, 23, 28-ാം തീയതി വരെ കണ്ടിന്യൂസ് പരീക്ഷകളായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതേ പാറ്റേണിലുള്ള നൂറുകണക്കിന് പരീക്ഷകളിലൂടെ തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. അതൊക്കെ വിജയത്തിന് ഏറ്റവും തീർച്ചയായിട്ടും. അതുപോലെ ഈ ലേണിംഗ് ആപ്പ് എപ്പോഴും പരീക്ഷ എഴുതാമല്ലോ, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. അവർക്ക് തന്നെ ഈ ലേണിംഗ് ആപ്പിനകത്ത് ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യാം, ഡിസൈൻ ചെയ്ത് ചെയ്താൽ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, ആ പഠിച്ചാൽ ഈസി ക്വസ്റ്റ്യൻസ്, മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ഏത് ലെവലിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ശരി ശരി, തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ അവർക്ക് തന്നെ അസൈൻ ചെയ്യാന്നുള്ളത് കൊണ്ട് ഏത് ചാപ്റ്റർ വേണമെങ്കിൽ ഓൾറെഡി ഉള്ള ക്വസ്റ്റ്യൻസ് കാണാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ അത് ഈ ലേണിംഗ് ആപ്പിനകത്ത് ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റഡി മെറ്റീരിയലും കൂടി പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയതല്ല, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ പുറമെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നത് അഡീഷണൽ ആയിട്ട് പ്രീവിയസ്, അത് ഒരെണ്ണമാണ്. അഡീഷണൽ മെറ്റീരിയൽ കുറേ ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് നമ്മൾ പറയാൻ പുറത്ത് എല്ലാവരും ഉപയോഗിക്കട്ടെ, ബാക്കി കുട്ടികളും മനസ്സിലാക്കട്ടെ. പ്രീവിയസ് ഇയർ അല്ലേ സാറേ? ഏറ്റവും പ്രധാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. തീർച്ചയായിട്ടും നമുക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ആ ഒരു ക്വസ്റ്റിന്റെ ചാപ്റ്റർ അല്ലെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ, ഒരു ഫ്രെയിം വർക്ക് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. സബ്ജക്ട് വൈസ്, ടോപ്പിക് വൈസ് ആണ് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ അകത്ത് ആ രീതിയിലാണ് മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത്. സ്ട്രക്ചർ കൃത്യമായിട്ട് വന്നോളൂ. അത് ചെയ്യുമ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അതേപോലെ ചോദിച്ചേക്കാം, എന്നാലും അതിനകത്ത് പുറത്തു വരത്തില്ലല്ലോ. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വരാവുന്ന എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളും നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞോണ്ട് പ്രീവിയസ് ഇയർ എന്ന രീതിയിൽ തന്നെ പറഞ്ഞോണ്ട് അതിന്റെ ഒരു എഫക്ട് വന്നു. അപ്പം 2024 തന്നെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, 2023, 22 എല്ലാം കൊടുത്തിരിക്കല്ലേ. 2012 മുതൽ 2024 വരെയുള്ള മുഴുവൻ കൊടുത്തിരിക്കുകയല്ലേ. ശരി ശരി, അത് പ്രിന്റഡ് ആയിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ എക്സാം നടത്തുന്നുണ്ട്. ഈ ലേൺ ആപ്പിൽ അത് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ എക്സാം ആയിട്ട് അങ്ങനെ എഴുതാം, ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. കാരണം ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഓൾറെഡി പ്രീവിയസ് ഇയർ ചെയ്യുന്നത് തന്നെ എത്ര എഫക്റ്റീവ് ആയിരിക്കും. അല്ലെ സാറേ? വിനോദ് സാറേ, എനിക്ക് തോന്നുന്നു ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് 1000-ലധികം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കിട്ടുന്നത്. അല്ലാതെ നിസ്സാരമായിട്ട് കരുതരുത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് വളരെ ഈസി ആയിട്ട് എല്ലാം കിട്ടുന്ന ഒരു ഇതല്ല. കാരണം അക്ഷയ് ബിജുവിന്റെ കാര്യത്തിലാണെങ്കിലും ഗൗതമിന്റെ കാര്യത്തിലാണെങ്കിലും അവർ ജീവിതത്തിലെ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും 12 മണിക്കൂറും 14 മണിക്കൂറും ഇതിനു വേണ്ടിയിട്ട് അക്ഷയണം പ്രയത്നിച്ച് തന്നെ നേടിയെടുത്തതാണ് 99.9-ഉം. പറഞ്ഞതിന് ചേർത്ത് പറയാം. അപ്പം പറഞ്ഞു വേറെ ഒരു പരിപാടിയിലൊന്നും പോയിട്ടില്ല. കുട്ടികളെ സംബന്ധിച്ച് അല്ലെ, ടോപ്പിക് തീർന്നിട്ട് ഒരു കുട്ടി പോലും അത് ഏറ്റവും വീട്ടിലേക്ക് പോയിട്ടില്ല. എന്തെല്ലാം ആഘോഷങ്ങൾ, അവധികൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പം ക്രിസ്മസിന്റെ വന്നു, അതിന് അവധി ഇല്ല അവർക്ക്, കാരണം അവർ പോയേ ഇല്ല. എല്ലാരും ഹോസ്റ്റലിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മുടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർ അവിടെ എപ്പോഴും 24 മണിക്കൂർ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആരും വീട്ടിലേക്ക് പോകുന്നില്ല, കാരണം അവർ പറഞ്ഞ എക്സാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നുള്ളൂ, എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് വീട്ടിൽ പോകുന്നുള്ളൂ. അതുപോലെ ഇവിടെ തന്നെ പരീക്ഷ എഴുതി പോലും. തീർച്ചയായും ഒരുപാട് കുട്ടികളും ഇവിടെ തന്നെ പരീക്ഷ എഴുതി. നമ്മൾ തന്നെ വണ്ടിയെ കൊണ്ടുപോയി സംവിധാനം ട്രാൻസ്പോർട്ടേഷൻ കൊടുത്ത് പരീക്ഷ എഴുതിക്കുകയാണ്. അതുപോലെ തന്നെ ചിലരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നത് ഏപ്രിൽ പരീക്ഷ ഉണ്ടല്ലോ എന്ന്. പക്ഷെ ബെർലിന്റെ ഈ ആദ്യത്തെ എക്സാമിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം അതെന്തുകൊണ്ടാണ്? അതിലാണ് വിജയം ഏറ്റവും നേടിയെടുക്കുന്നത്. പറയുന്ന മുദ്രാവാക്യം അത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മള് ജനുവരിക്ക് തന്നെയാണ് കാര്യം പറഞ്ഞ് വിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചിന്ത മനസ്സിലാക്കണം. ഓക്കെ ജനുവരിയിൽ തന്നെ നമുക്കിത് നമ്മുടെ അച്ചീവ് നേടിയിരിക്കണം. പിന്നീടുള്ളത് നമുക്ക് ബോണസ് ആണ്, നമുക്ക് അഡ്വാൻസിന് വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും വലിയ സമയം. അത് തീർച്ചയായിട്ടും ഈ ടോപ്പേഴ്സിന് തമ്മിലുള്ള ഒരു ഭയങ്കര, നമ്മളിപ്പം ടോപ്പിക്സ് നേരത്തെ തീർന്ന് റിവിഷന് കിട്ടിയതാണ് ഏറ്റവും എഫക്റ്റീവ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇനി മുതൽ നമ്മുടെ കുട്ടികൾ അഡ്വാൻസിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തന്നെ ഈ ഏറ്റവും അടുത്ത വർഷത്തേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അത് നല്ല പ്ലാനായിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ജെഇമെയിൻ 2025 നമുക്ക് ഈ റിസൾട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ഇവര് തന്നെ ആയിരുന്നു പരസ്പരം കോമ്പറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം മറ്റൊരു റിസൾട്ട് നമ്മളെങ്ങും കാണുന്നില്ല. അപ്പോൾ മലയാളികളിൽ റിസൾട്ട് കിട്ടിയ എല്ലാവരും ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും അവർക്ക് പരസ്പരം എവിടെയാണ് നിൽക്കുന്നത്, ഇനി എത്രത്തോളം മുന്നേറണം എന്നുള്ളത് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ മോഡൽ എക്സാമുകളിലും വീക്കിലി എക്സാമുകളിലും ഒക്കെ ഒരു റിസൾട്ട് അനാലിസിസ് ഉണ്ടല്ലോ. അതിന്റെ ഒരു എഫക്ട്, ഒരു ഫലം എന്താണ്, ഒരു അവയർനെസ് എങ്ങനെയാണ് പേരൻസിനും ഒക്കെ ലഭിക്കുന്നത്? അല്ല, എല്ലാ ദിവസവും പരീക്ഷ ഒരു ഉത്സവം പോലെ. കാരണം പരീക്ഷ കഴിയുന്നു, അന്ന് തന്നെ റിസൾട്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, അല്ലെ 2 ദിവസം കഴിഞ്ഞിട്ടില്ല, അന്ന്
മണിക്കൂറുകൾക്കുള്ളിൽ റിസൾട്ട് ബെർലിനിൽ ഒരു പരീക്ഷയുണ്ടോ അരമണിക്കൂറിൽ അതിന്റെ റിസൾട്ട് പേരൻസ് ഉൾപ്പെടെ കിട്ടിയിരിക്കുന്നു. ഇത് മുഖേന റിസൾട്ട് അന്നേരം ഇപ്പം 3:30 നടത്താം, പക്ഷേ പേരൻസ് ജോലി തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ പാട് 7 ഒരു സമയം വെച്ചിട്ടുണ്ട്. അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കാരണം അത് ഉൾപ്പെടുത്തി കുട്ടികള് ഹോസ്റ്റലിൽ നിന്ന് മീറ്റിംഗിന് കയറുന്നു, ശരി ശരി പേരൻസ് വീട്ടിലിരുന്ന് കാണുന്നു. ഓക്കെ, ഡയറക്ടേഴ്സ് ഉൾപ്പെടെയാണ് റിസൾട്ട് ഡയറക്ടേഴ്സിന്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഒരിക്കലും ആ എക്സാമിനെ കുറിച്ചും ഇനി എടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ ഒരു അവിടെ യഥാർത്ഥത്തിൽ ചിലർക്കെങ്കിലും ഈ റാങ്കിങ് സിസ്റ്റത്തിലൊക്കെ ഒരു അല്പം ഒരു ഇനി എത്രത്തോളം കയറണം എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടെങ്കിലും ഒക്കെ തോന്നുന്നു വിചാരിക്കും. പക്ഷെ ഒന്നുമല്ല, അതങ്ങോട്ട് ഡയറക്ടറെ ടോക്കൺ വന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു മോട്ടിവേഷൻ ഇല്ലെങ്കിൽ മീറ്റിംഗിൽ കണ്ടില്ലെങ്കിലാണ് പിള്ളേർക്ക് വിഷമം മീറ്റിംഗ് ഇല്ലേ ചോദ്യം അങ്ങനെ സംഭവിക്കുന്നത്. ഇച്ചിരി മാറ്റം വരുമെന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് അതല്ലാത്തൊരു മോട്ടിവേഷൻ അല്ലല്ലോ വേണ്ടത്. തീർച്ചയായിട്ടും അവർക്ക് ഹെൽത്ത് കോമ്പറ്റീഷനോട് തന്നെയുള്ള ഒരു മോട്ടിവേഷനാണ് വേണ്ടത്. അതും ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ ചെയ്തതിൻ്റെ കാരണം എക്സാം, അതിൻ്റെ കൃത്യമായ റിസൾട്ട്, അതിൻ്റെ റിസൾട്ട് അനാലിസിസ്, പിന്നീട് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. അന്നൊരു പരീക്ഷ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ പ്രൊഫൈലിൽ കിട്ടുമല്ലോ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ക്യാഷ് പ്രൈസ്. തീർച്ചയായിട്ടും അതൊരു എക്സാമിന്റെ മുന്നേ നിസ്സാര കാര്യം പറ്റത്തില്ല. അത് പിള്ളേര് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നേ അല്ലേ, ഗോൾഡ് മെഡൽ, ഫസ്റ്റ് റാങ്കിന് ഗോൾഡ് മെഡൽ, പിന്നെ 1500, 1000 ഇങ്ങനെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് അതൊരു തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും കാരണം രക്ഷിതാക്കളുടെ മുമ്പിൽ, അവനവന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ ഈ നേട്ടങ്ങൾ കൈവരിക്കുക എന്ന് പറയുന്നത് ആ ഒരു 17-18 വയസ്സുള്ള വിദ്യാർത്ഥി സംബന്ധിച്ചുള്ള വലിയ നേട്ടങ്ങൾ തന്നെയാണ്. അതിലൂടെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഏതാണ്ട് ഒരു 50,000-അടുത്ത് വിദ്യാർത്ഥികളായിരിക്കാം കേരളത്തിൽ നിന്ന് എഴുതിയത്. മൊത്തം 12,58,000 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ എഴുതിയപ്പോഴേക്കും അതിൽ തന്നെ ആദ്യത്തെ 20-നുള്ളിൽ തന്നെ നമുക്ക് മലയാളികൾക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ 99.9 ഉൾപ്പെടെയുള്ള വലിയ നേട്ടങ്ങൾ മലയാളികൾക്ക് നേടാൻ സാധിച്ചതിൽ ബെർലിനിനുള്ള ഈ ഒരു അഭിമാനാർഹ നേട്ടം തീർച്ചയായിട്ടും 2025 തുടക്കമാണിത്. യഥാർത്ഥത്തിൽ നമുക്ക് മെയ് 18 ജൂൺ ആദ്യം വരുന്ന JEE അഡ്വാൻസിന്റെ റിസൾട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പം അതിലോട്ടുള്ളൊരു തയ്യാറെടുപ്പ് എത്രത്തോളം നമ്മുടെ ക്യാമ്പസുകൾ തുടങ്ങിയിട്ടുണ്ട്? അതിന്റെയും ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മള് സെക്കൻഡ് ഫേസിനുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ JEE അഡ്വാൻസിനുള്ള കാര്യങ്ങളും ആരംഭിച്ചു. ഏപ്രിൽ 1 പരീക്ഷ എഴുതേണ്ടവർക്കുള്ള ക്ലാസ്സുകളും ഉണ്ട്. JEE അഡ്വാൻസിനുള്ള ഇംപ്രൂവിന്റെ ആവശ്യം കാണുമല്ലോ, കുറച്ചുകൂടി ആഗ്രഹം കാരണം 97-കാർക്ക് 98.9 വരെ ആൾക്കാർ 99 ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഉറപ്പായിട്ടും 98.99 കിട്ടി അക്ഷയ് ബിജുവിന് ആഗ്രഹം 100% മേടിക്കാന്നുള്ളതല്ലേ. തീർച്ചയായിട്ടും അപ്പൊ അവർക്ക് ആ രീതിയിലുള്ളതും എന്നാൽ മെയ് 18 വേണ്ടിയിട്ടുള്ള 2 രീതിയിൽ തന്നെയുള്ള അഡ്വാൻസ്ഡ് തന്നെ നോക്കുന്ന രീതിയിൽ നമ്മൾ കുട്ടികളുടെ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി എന്തും ചോയ്സ് കൊടുത്തിരിക്കുക. തീർച്ചയായും നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് വേണം ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം, വേണ്ടത് നിങ്ങൾ എടുത്തോളുക. പക്ഷെ അവര് കുട്ടികൾ അത് 2 രീതി എടുക്കുന്നുണ്ട്. എല്ലാ പരീക്ഷകളും എഴുതുന്നുണ്ട്. നമ്മള് JEE മെയിന്റെ മോഡൽ എക്സാമുകൾ നടത്തുന്നുണ്ട്, JEE അഡ്വാൻസിന്റെ പരീക്ഷ നടത്തുന്നുണ്ട്. ഏതാ കീം എല്ലാ ടൈപ്പ് നമുക്ക് ഇപ്പം നമ്മൾ കീം അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും അധികം കോളേജുകളും സീറ്റുകളും ഏതൊരു വിദ്യാർത്ഥിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. കേരള എഞ്ചിനീയറിംഗ്, കുസാറ്റ്, അമൃത, വെല്ലൂര്, ഐസർ, നൈസർ, CUT പോലെ ധാരാളം സാധ്യതകളാണ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 95% കിട്ടുന്ന ആളെ സംബന്ധിച്ചോളം കേരള എഞ്ചിനീയറിംഗിലൊക്കെ ആദ്യത്തെ 100-നകത്ത് അല്ലെങ്കിൽ 150-നകത്ത് വരാനുള്ള സാധ്യതകളാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുസാറ്റില്, ഐസറിൽ, നൈസറിൽ. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഏതാണോ അവനവൻ്റെ പാഷൻ അനുസരിച്ച് പോകാനുള്ള സാധ്യതകളാണ് ഈ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലുള്ളത്. അപ്പം അത് തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു എക്സാം പാറ്റേൺ ആണ്. വീണ്ടും ഇപ്പം ഒരു റിസൾട്ട് വന്നു എന്ന് വിചാരിച്ച് നമ്മളുടെ സിസ്റ്റം അവിടെ നിർത്തുകയല്ല ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ ഏറെ വിവിധങ്ങളായ മോഡൽ എക്സാമുകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും തന്നെയാണ് ബെർലിൻ ക്യാമ്പസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ അക്ഷയ് ബിജുവും ഗൗതം വാദിയതും ഒക്കെ 18 മണിക്കൂറും മെയ് 18 പഠിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഫാക്കൽറ്റീസ് നിതാന്തമായിട്ടുള്ള ജാഗ്രതയിൽ തന്നെയാണ് താനും. ഉത്തരവാദിത്വം കൂടി നമുക്ക് തീർച്ചയായിട്ടും, കാരണം അവർ പ്രൂവ് ചെയ്തു. ഫസ്റ്റിൽ അവർ പ്രൂവ് ചെയ്തു. ബാക്കി നമ്മുടെ ഉത്തരവാദിത്വം കൂടി. ബാക്കി അവര് നമ്മൾ പറഞ്ഞ വാക്ക് അവർ പാലിച്ചു. നല്ലൊരു പെർസെന്റേജ് സ്കോർ ഫസ്റ്റ് മെയിൻസ് തന്നെ മേടിച്ചിരിക്കുക. ഇനി നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് ബാക്കി അടുത്തുള്ള കാര്യത്തിൽ കൊടുത്തേ പറ്റൂ. നമ്മൾ അവർക്ക് കാരണം 16 പേര് 99.9 കിട്ടിയെങ്കിൽ അടുത്ത ഏപ്രിലും കുറെ കൂടും. അപ്പൊ അത്രയും പേർക്ക് അഡ്വാൻസ്ഡ് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ 95% കിട്ടിയ ആള് പോലും അഡ്വാൻസ്ഡാണ് നോക്കുന്നത്. നോക്കണം, അങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് പോലും കിട്ടത്തക്ക രീതിയിലുള്ള പ്രോഗ്രാമാണ് ഇനി മുന്നോട്ട്
നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടത്. അപ്പം ഈ 2025-26 ഈ അധ്യയന വർഷത്തിലും മുൻ വർഷങ്ങളിലേക്കായാലും NIT-കളിലും IIT-കളിലും IIIT-കളിലും പ്രൊഫഷണൽ കോഴ്സുകളിൽ എത്തുന്ന മലയാളികളുടെ എണ്ണത്തിലുള്ളൊരു വർധനവ്, ഒരു 30% ഒരു വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതെ, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ സാധിക്കും. കാരണം റിസൾട്ട് അതാണ് കാണിക്കുന്നത്. ആ രീതിയിൽ ഉറപ്പായിട്ടും നമുക്ക് മെച്ചം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഈ 2026-നും 27-നും വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ അവരോട്, കാരണം കഠിനാധ്വാനം ചെയ്യണമെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അവരും ഇത് കേൾക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിരിക്കണം. അതിൻ്റെ ഒരു സിസ്റ്റം അത് ബ്രില്യൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് 24 മണിക്കൂറും. നിങ്ങൾക്ക് അതിനകത്ത് ഏറ്റവും നിങ്ങളുടെ സ്വീകരിക്കാൻ പറ്റുന്നത് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എവിടെയാണോ അവിടെ എത്തിച്ചേരാനായിട്ട് ഉള്ള വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സിസ്റ്റത്തിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അത് 2025 വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുന്നു. 24, 23, 22 ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. 25 ഞങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. 99.9%-ലും 95-ന് മുകളിലുള്ള 2200 വിദ്യാർത്ഥികളൊക്കെ ഈ ക്യാമ്പസിലുണ്ടെങ്കിൽ അവർ ഈ സിസ്റ്റത്തിനെ വിശ്വസിച്ച് വന്നവരാണ്. അവർ പല നാടുകളിലുണ്ട്, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള വിദേശത്ത് പഠിച്ചവരും ഒക്കെ ഉണ്ട്. അവർ ഈ സിസ്റ്റത്തിനെ വിശ്വസിച്ച് വന്നവരാണ്. അവരാദ്യം തന്നെ അത് അച്ചീവ് ചെയ്തിരിക്കുന്നു. നമ്മൾ ആദ്യ ഭാഗത്തോട്ട് തന്നെ എത്തിക്കഴിഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ ഈ ഒരു വിജയ രഹസ്യം, ഈ ഒരു വിജയ മന്ത്രം മലയാളികൾക്കിടയിലേക്ക് കൂടുതൽ സ്വീകാര്യതയ്ക്ക് വേണ്ടി നമ്മളത് പറയുകയാണ് ചെയ്തത്. കാരണം ഇനി വരാൻ പോകുന്ന, കാരണം സാറൊക്കെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മലയാളികൾക്ക് IIT-യും NIT-യും ഒക്കെ അന്യമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലത്തു നിന്നാണ് സാറൊക്കെ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു 0.01% ആണ് മലയാളികളുടെ IIT-യുടെ പ്രവേശനം. പക്ഷെ ഇന്ന് നമുക്കത് 6, 7, 8 അല്ലെങ്കിൽ 10% മുകളിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറഞ്ഞത്. അത് കുറേയധികം മാറ്ററുകൾ, കുറേയധികം എഫേർട്ടുകൾ ഒരുമിച്ച് വന്നൊരു സിസ്റ്റമായിട്ട് പ്രവർത്തിച്ചപ്പോഴാണ് 2025-ലും ഈ വിജയം, ഈ ഒരു വലിയ വിജയം അല്ലെ. തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ പറയാൻ സാധിച്ചിട്ടുള്ളൂ. സീക്രട്ട് നമ്മളെ സാറ് ചോദിച്ചല്ലോ എന്താണ് വിജയരഹസ്യം, അതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചർച്ചയ്ക്കിടെ വന്നു കഴിഞ്ഞു എന്താന്നുള്ളത്. പക്ഷെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. പക്ഷെ വിദ്യാർത്ഥികൾക്ക് അറിയാം, നമ്മുടെ കുട്ടികൾക്ക് അറിയാം. അത് നമ്മുടെ ബ്രില്യൻറ്റിന്റെ ഒരു ട്രേഡ് ആയിരിക്കണമല്ലോ, അത് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് നമ്മളെ കുട്ടികൾക്ക് അറിയാം. പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് സമ്മേളിച്ച് ഈ സിസ്റ്റം തുടക്കത്തിൽ പറഞ്ഞ ബ്രില്യൻറ്റ് സിസ്റ്റത്തിലേക്ക് നല്ല മിടുക്കനായ സിമൻ സാർ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാൻ മനസ്സുള്ള കുട്ടികൾ വന്നു ചേർന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ഇനിയും JEE അഡ്വാൻസ്ഡുകളൊക്കെ തീർച്ചയായിട്ടും, കാരണം +2-ന് ശേഷം എന്തെന്ന് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു സിസ്റ്റത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഏത് ക്ലാസ്സിലുള്ളവരാണെങ്കിലും, ഇപ്പോൾ 6ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ നിങ്ങൾ ഏത് സമയത്താണെങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു വിജയമന്ത്രം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാമെന്നുള്ളതിൻ്റെ മറ്റൊരു ചരിത്രം കൂടിയാണ് ഇത്. 2025 JEE Main 2025-ന്റെ ആദ്യ സെഷനിലുള്ള ഈ തിളക്കമാർന്ന വിജയം. തീർച്ചയായും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതിലുമേറെ തിളക്കമുള്ള വിജയം ഈ വർഷം സാർത്ഥകമാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.